ഗൈസ് വെൽക്കം ബാക്ക് ടു ജേർണൽ ഹാർട്ട്. നിങ്ങൾ ടൈറ്റിൽ കണ്ട പോലെ ഇന്ന് നമ്മൾ ജേർണൽസ് ചെയ്യുന്ന എങ്ങനെയായി സ്റ്റിക്കേഴ്സും സപ്ലൈസ് ഒക്കെ വാങ്ങുന്നതെന്ന് കാണാം. ഗൈസ് ഞാൻ എൻ്റെ ഇവിടുത്തെ തൊലി വലിച്ചിളക്കി മുറിഞ്ഞ് They ask you how you are, you just have to say that you're fine when you're not really fine, but you just can't get into it because they would never understand. ചടങ്ങ് പോലെ സ്റ്റിച്ചിന് ഹായ് പറഞ്ഞുകൊണ്ട് നമുക്ക് വീഡിയോയിലോട്ട് പോവാം. നമുക്കിന്ന് ഈ ജേർണൽസ് ചെയ്യുന്ന എങ്ങനെയായി സാധനങ്ങൾ വാങ്ങുന്നതെന്ന് കാണിക്കുന്നതിന് മുന്നേ ഒരു പെട്ടി പൊട്ടിക്കാം. അതാവുമ്പോൾ നിങ്ങൾക്ക് ഇതിന് എന്തെങ്കിലും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കാർട്ടിൽ ആഡ് ചെയ്യുകയും ചെയ്യാം. പിന്നെ ബബിൾ റാപ്പ് കണ്ടാൽ നമ്മൾ പണ്ടേ വിടൂലല്ലോ. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഇപ്രാവശ്യം വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഈ ബോക്സിലുള്ള എല്ലാ പ്രോഡക്ട്സിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ കോഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എത്ര രൂപയ്ക്ക് വാങ്ങിച്ചാലും നിങ്ങൾക്ക് 8% ഓഫ് കിട്ടും. അടിപൊളിയല്ലേ? അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഇതൊരു ഫ്രീ ഗിഫ്റ്റ് പോലെ കിട്ടിയ സ്റ്റിക്കർ പാക്കാണ്. സത്യം പറയാലോ, ഇത് വാങ്ങുന്ന സമയത്ത് സൈറ്റിൽ ഫ്രീ ഗിഫ്റ്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ കുറച്ചധികം പ്രതീക്ഷിച്ചായിരുന്നു. എൻ്റെ മനസ്സിൽ വല്ല സ്റ്റിക്കർ പാക്കോ റോളോ വല്ല ആയിരിക്കുമോ എന്നായിരുന്നു. പക്ഷെ കുഴപ്പമില്ല. ഈ കാപ്പിവറ തീമിൽ ജേർണൽ ചെയ്യുമെന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അത് ചെയ്യാനുള്ള സ്റ്റിക്കേഴ്സ് ആയിട്ടുണ്ട്. പിന്നെ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഈ ഒരു അടിപൊളി സിസേഴ്സ് ആണ്. ഇതിന് അടിപൊളി എന്ന് പറയാൻ കാരണം ഒന്ന്, ഈ ഒരു സിസേഴ്സിന് 100 സംതിങ് റുപ്പീസേ ഉള്ളൂ. അതായത് ബാക്കി സൈറ്റുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ നല്ല വില കുറവാണ്. പിന്നെ ഇത് ഭയങ്കര ഷാർപ്പാണ്. കട്ടിയുള്ള പേപ്പേഴ്സൊക്കെ നല്ല ഈസി ആയിട്ട് മുറിയും. എൻ്റെ കയ്യിലുള്ള കുഞ്ഞു സിസേഴ്സ് യൂസ് ചെയ്യുമ്പോൾ കൈ എപ്പോഴും വേദനിക്കാറുണ്ട്. അതുകൊണ്ടും കൂടിയായി വലിയ സിസേഴ്സ് വാങ്ങിച്ചത്. നിങ്ങൾക്ക് സിസേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിച്ചോട്ടെ, നല്ല സാധനമാണ്. പിന്നെ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഈ ഒരു മ്യൂസിക് നോട്ട്സിന്റെ പോലത്തെ സ്റ്റിക്കേഴ്സ് ആണ്. ഇതിൽ 30 പീസസ് വരുന്നുണ്ട്. ഇത് ലൈറ്റിൽ ഇങ്ങനെ ആക്കുമ്പോൾ നല്ല റെയിൻബോ പോലെ തിളങ്ങും. കൊള്ളാല്ലേ? ശരിക്കും പേപ്പറിൽ ഒട്ടിക്കുമ്പോഴായിരിക്കും ഇതിന് കാണാൻ കുറച്ചും കൂടെ ഭംഗി വരുന്നത്. ഞാനിത് BTSന്റെയും ബ്ലാക്ക് പിങ്കിന്റെയും പിന്നെ K-pop ഡീമൺ ഹണ്ടേഴ്സിന്റെ തീമിൽ ജേർണൽ ചെയ്യുമ്പോൾ യൂസ് ചെയ്യാൻ വേണ്ടി വാങ്ങിച്ചതാണ്. പിന്നെ ഇതിന്റെ ബട്ടർഫ്ലൈയുടെയും പിന്നെ വേറെ കുറെ ഡിസൈൻസിൽ വരുന്ന വെറൈറ്റീസും ഉണ്ട്. പിന്നെ ഗൈസ് ഒരു കാര്യം പറയാൻ മറന്നു, ഇതൊക്കെ ഞാൻ ഡിസംബറിൽ വാങ്ങിച്ച സാധനങ്ങളാണ്. അതുകൊണ്ട് ഇനി കാണിക്കാൻ പോകുന്ന കുറേ സാധനങ്ങൾ നിങ്ങൾ എന്റെ പഴയ വീഡിയോസിൽ കുറെ കണ്ടിട്ടുണ്ടാവും. ഈ ഒരു സ്റ്റിക്കർ തന്നെ നമ്മൾ ക്രിസ്മസ് ജേർണലും പിന്നെ റംസാൻ തീമിലെ ജേർണലൊക്കെ ചെയ്തപ്പോൾ യൂസ് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ ഈ സംഭവം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതാ. ഇത് മറ്റേ കളർ പോലത്തെ ഗ്ലാസ് പൊടിച്ച പോലത്തെ സംഭവം, പക്ഷെ ഒട്ടും ഷാർപ്പില്ല. പശ തേച്ചിട്ട് അതിന്റെ മുകളിൽ കൂടെ ഇട്ട് ഡിസൈൻസ് ഉണ്ടാക്കാനാ. എന്റെ മറ്റേ കളറുള്ള സാൻഡ് യൂസ് ചെയ്യുന്ന പോലെ. അപ്പോൾ ഇതിന്റെ 3 കളേഴ്സാണ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ ബ്ലൂവിന്റെ ബോക്സ് തിരിച്ചു വെച്ചപ്പോഴാണ് കണ്ടേ ഷെൽസ് പോലത്തെ കുഞ്ഞു സംഭവങ്ങൾ. കൊള്ളാല്ലേ? പിന്നെ അടുത്തത് നമ്മുടെ സ്വന്തം കുട്ടി ജേർണൽ ബുക്കാണ്. ഇതിനെ അറിയാത്തവരെ കാണൂലല്ലോ. പിന്നെ ഗായ്സ് ഒരു സംഭവം നടന്നു. എൻ്റെ ആ സംഭവമാണ് ഇതാ നിങ്ങൾ ഇപ്പൊ കാണുന്നത്. ഇതിങ്ങനെ പല പീസായിട്ട് വന്നുകൊണ്ട് കയറ്റാൻ വേണ്ടി റിങ് ഊരാൻ നോക്കുന്നതാ. ഞാൻ ഇങ്ങനെ കിടന്ന് വലിക്കുകയാണ്. എൻ്റെ ഫുൾ ബലം ഉപയോഗിച്ച് ഇങ്ങനെ തുറക്കാൻ നോക്കുക. ഇത്രയൊക്കെ കിടന്ന് വലിച്ചിട്ടും ഒരു വിധത്തിൽ അത് തുറന്നു വരുന്നില്ലായിരുന്നു. ആൻഡ് പെട്ടെന്നാണ് ഗായ്സ് അത് സംഭവിച്ചത്. ദാ ഇത്രയേ ഉള്ളൂ. ഇതിനാണ് ഇത്രയും കിടന്ന് കഷ്ടപ്പെട്ട്. ജസ്റ്റ് ഒന്ന് സെപ്പറേറ്റ് ആക്കി വലിച്ചാൽ മതിയായിരുന്നു. പക്ഷെ കുഴപ്പമില്ല, നിങ്ങൾക്ക് മനസ്സിലായല്ലോ അതെങ്ങനെയാ തുറക്കണ്ടേന്ന്. പിന്നെ ഇതിനെ 1 റിംഗ് ബൈൻഡർ ജേർണൽ എന്നാ പറയുന്നത്. ഇതിന്റെ എല്ലാത്തിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടതെല്ലാം കാർട്ടിലോട്ട് ആഡ് ചെയ്താൽ മതി. പിന്നെ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഈ 3 വിന്റർ ഫ്ലവർ തീമിൽ വരുന്ന സ്റ്റിക്കർ ടേപ്പാണ്. റെഡും ബ്ലൂവും വൈറ്റാ വാങ്ങി. കാരണം വിന്റർ തീം എന്നൊക്കെ പറയുമ്പോൾ ഈ ഒരു കളേഴ്സിലല്ലേ വരുന്നത്. ഈ സ്റ്റിക്കേഴ്സ് കാണാൻ നല്ല ഭംഗിയാണ്, പക്ഷെ കുറച്ച് ലൈറ്റാണ്. അതായത് നല്ല മെലിഞ്ഞ സ്റ്റിക്കേഴ്സാണ്. വേറൊരു സ്റ്റിക്കറിന്റെ മണ്ടയിൽ ഒട്ടിക്കുന്നതിനെ കാട്ടി പ്ലെയിൻ പേപ്പറിൽ ഒട്ടിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ഈ 3 ടേപ്പ് എന്റെ പഴയ കുറേ വീഡിയോസിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഈ ഗോൾഡൻ സ്റ്റിക്കർ ഞാൻ ന്യൂ ഇയർ തീമിലെ ജേർണൽ ചെയ്തപ്പോൾ യൂസ് ചെയ്തതാ, ഓർമ്മയില്ലേ? ആൻഡ് ഇത് വൺ ഓഫ് മൈ ഫേവറേറ്റ് സ്റ്റിക്കർ ടേപ്സ് ആണ്. ഇതുപോലത്തെ ബ്ലൂവിന്റെ പല ഷെയ്ഡ്സ് വരുന്ന കുറേ വെറൈറ്റീസ് ജേർണൽസ് ഈ സൈറ്റിലുണ്ട്. ശരിക്കും സ്റ്റിക്കർ ടേപ്പ് ഇളക്കി കഴിഞ്ഞാൽ തിരിച്ച് അതേപോലെ ഒട്ടിക്കുന്നത് നല്ല ടാസ്കാണ്. പിന്നെ അടുത്തത് ഈ ഫിലിം റോൾ പോലത്തെ സ്റ്റിക്കർ ടേപ്പാണ്. നമ്മളൊരു റെയിൻ തീമിലെയും പിന്നെ BTSന്റെ ജേർണൽ ചെയ്തപ്പോൾ ഇതാ യൂസ് ചെയ്തത്. പിന്നെ അടുത്ത് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഈ ഒരു സുന്ദരി പർപ്പിൾ കളറിലെ സ്റ്റിക്കർ ടേപ്പാണ്. ഇത് വെച്ച് ഞാനൊരു ന്യൂ ഇയർ തീമിന്റെ ജേർണൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് വീഡിയോയിൽ കാണുന്നുണ്ടോ ഇല്ലെന്ന് അറിഞ്ഞൂടാ, പക്ഷെ നേരിട്ട് കാണാൻ നല്ല ഭംഗിയായത്. പിന്നെ അടുത്തത് ഈ ഒരു മെർമെയ്ഡിന്റെയും ഡോൾഫിന്റെയും സ്റ്റിക്കേഴ്സ് ആണ്. സത്യം പറയാലോ, ഈ ഡോൾഫിന്റെ സ്റ്റിക്കേഴ്സ് ഞാൻ സൈറ്റിൽ കണ്ടപ്പോൾ കുറച്ച് വലുതാണെന്നാ വിചാരിച്ചത്. അതായത് നമ്മുടെ കൈപ്പത്തിയുടെ പകുതിയെങ്കിലും കാണുമെന്ന് വിചാരിച്ചു. പക്ഷെ നോക്ക്, ഇത്രയേ ഉള്ളൂ. സോ സ്മോൾ. കുഴപ്പമില്ല. പിന്നെ നമ്മുടെ ഈ മെർമെയ്ഡിന്റെ സ്റ്റിക്കർ ഞാൻ വിചാരിച്ചതിനെ കാട്ടി നല്ല ഭംഗിയുണ്ട്, നല്ല സൈസും ഉണ്ട്. പക്ഷെ ഗൈസ് ഇതിൽ 5 എണ്ണേ വരുന്നുള്ളൂ. 5 എണ്ണം എന്ന് പറഞ്ഞാൽ 5 ജേർണൽ ചെയ്യുമ്പോൾ തീർന്നു പോകൂലേ? ഒരു 10 എണ്ണമൊക്കെ തരായിരുന്നു അവർക്ക്. സംഭവം ഞാൻ ശ്രദ്ധിക്കാതെ പോയോണ്ടാണ് കേട്ടോ. നല്ല വെണ്ടയ്ക്ക് അക്ഷരത്തിൽ 5 പീസസ് പെർ പാക്ക് എന്ന് എഴുതിയിട്ടുണ്ട്. എന്തായാലും നേരത്തെ പറഞ്ഞ പോലെ കുഴപ്പമില്ല. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഈ ഒരു ബോക്സിനകത്ത് ഉണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഏതാണെന്ന് കമന്റ്സിൽ പറയണേ. ഇനി നമുക്ക് ജേർണൽസ് ചെയ്യുന്ന എങ്ങനെയാണ് പർച്ചേസ് ചെയ്യുന്നതെന്ന് കാണാം. ഗൂഗിളിൽ
കയറി ജേർണൽസ് എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ ഇതുപോലെ അല്ലെങ്കിൽ journalsay.com എന്ന് പറഞ്ഞൊരു സൈറ്റ് വരും. അപ്പോൾ അതിൽ കയറുമ്പോൾ ഇതുപോലത്തെ ഒരു പേജാണ് വരുന്നത്. ഓൾറെഡി അക്കൗണ്ട് ഉള്ളവർ സൈൻ ഇൻ ചെയ്താൽ മതി. ആദ്യമായിട്ടാണെങ്കിൽ രജിസ്റ്റർ ചെയ്ത് കൊടുത്തിട്ട് ഒരു നെയിമും ഒരു ഇമെയിലും ഒരു പാസ്വേഡും കൊടുത്ത് ഒരു പുതിയ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. ഇപ്പോൾ ഇവർക്ക് ഒരു സ്പ്രിംഗ് സെയിൽ നടക്കുന്നുണ്ട്, അതാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വാങ്ങുന്നത് ഏതെങ്കിലും സെയിൽ നടക്കുന്ന സമയത്താണെങ്കിൽ അത്രയും നല്ലതായിരിക്കും. ഇതുപോലെ 50 അല്ലെങ്കിൽ 60% ഓഫ് ഒക്കെ കാണും. പിന്നെ ഈ സംഭവം എന്ന് പറഞ്ഞാൽ $0.99 അതായത് ഒരു 90 rupees ഒക്കെ അടുപ്പിച്ച് വരും. അപ്പോൾ ഇത് ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു സർപ്രൈസ് ആയിട്ട് ഈസ്റ്റർ എഗ് പോലെ ഒരു സംഭവം കിട്ടും, അതാ കാണിക്കുന്നത്. പിന്നെ ഇതൊരു മിസ്റ്ററി ബോക്സ് പോലെയാണ്. ഇതിനകത്തുള്ള സംഭവം നമുക്ക് എന്താണെന്ന് അറിയാൻ പറ്റത്തില്ല. പക്ഷെ $59 എന്ന് പറയുമ്പോൾ ഒരു ഏകദേശം 5,400 സംതിങ് റുപ്പീസ് വരും. നിങ്ങൾക്ക് ഇങ്ങനെ സർപ്രൈസ് ഒക്കെ ഇഷ്ടമാണെങ്കിൽ ഇത് വാങ്ങിച്ചോട്ടാ. പിന്നെ താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ ഇതുപോലെ ഇവരുടെ കുറച്ച് പ്രോഡക്ട്സ് കാണാൻ പറ്റും. എൻ്റെ വീഡിയോയിൽ കാണുന്ന എല്ലാ സ്റ്റിക്കേഴ്സും എല്ലാ സംഭവങ്ങളും ഞാൻ ജേർണൽസ് ചെയ്യുന്ന വാങ്ങിയിട്ടില്ല. പിന്നെ എൻ്റെ അടുത്ത് കുറേ പേര് ചോദിച്ചായിരുന്നു ഇതിൽ ഡോളേഴ്സിൽ കാണിക്കുന്നതുകൊണ്ട് പൈസ അറിയാൻ പറ്റുന്നില്ല എന്ന്. നമ്മളൊരു അക്കൗണ്ട് ഉണ്ടാക്കി ഇതിൽ കയറി കഴിയുമ്പോൾ ഇതിൽ കാണിച്ച പോലെ ഡോളേഴ്സ് ഒക്കെ തനി റുപ്പീസിലോട്ട് കൺവേർട്ട് ആവും. എന്നിട്ട് കൺവേർട്ട് ആയിട്ടില്ലെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഈ INR എന്ന് കാണുന്നില്ലേ, അവിടെ ചിലപ്പോൾ USD എന്നായിരിക്കും കാണിക്കുന്നത്. നിങ്ങൾക്ക് വേണ്ട കറൻസിയിലോട്ട് മാറ്റാൻ പറ്റും. ഞാൻ യൂഷ്വലി ഇതിനെന്തെങ്കിലും വാങ്ങുമ്പോൾ ഡോൾ സ്റ്റിക്കർ എന്നോ ഫ്ലവർ ടേപ്പ് എന്നൊക്കെ സിമ്പിൾ ആയിട്ട് സെർച്ച് ചെയ്യുന്നത്. എന്നിട്ട് ഇഷ്ടപ്പെടുന്ന സംഭവങ്ങൾ കാർട്ടിലോട്ട് ആഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സംഭവങ്ങളൊക്കെ സമയം എടുത്ത് കാർട്ടിലോട്ട് ആഡ് ചെയ്തിട്ട് ഇവിടെ ഈ ചെക്ക് കൊടുത്താൽ മതി. പിന്നെ ഒരു കാര്യം കൂടി, 2,700 മുകളിലാണെങ്കിൽ ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കും. ഇല്ലെങ്കിൽ $5 എക്സ്ട്രാ അടയ്ക്കേണ്ടി വരും ഷിപ്പിങ്ങിന്. ഒരു $5 എന്നൊക്കെ പറയുമ്പോൾ ഒരു 400-450 രൂപയൊക്കെ അടുപ്പിച്ച് വരും. അപ്പോൾ അത്രയും പൈസ ഷിപ്പിംഗ് കൊടുക്കുന്നതിനെ കാട്ടി ആ പൈസയ്ക്കും കൂടെ എന്തെങ്കിലും വാങ്ങുന്നതായിരിക്കും നല്ലത്. എൻ്റെ ഈ കാർട്ടിലുള്ള സംഭവം നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി എടുത്ത് വെച്ചതാണ്, ഇപ്പോൾ വാങ്ങുന്നില്ല. അപ്പോൾ ചെക്കൗട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലത്തെ ഒരു പേജ് ഓപ്പൺ ആയി വരും. ഇവിടെ നിങ്ങൾ നിങ്ങളുടെ ഷിപ്പിംഗ് അഡ്രസ്സും ഫോൺ നമ്പറും കൊടുത്തതിന് ശേഷം ഈ ഒരു സംഭവത്തിലോട്ട് വരും. ഇവിടെ കുറേ പേർക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. ഇപ്പോൾ ഫ്രീ ഷിപ്പിംഗ് പ്ലസ് നോ ടാക്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ഐഡന്റിറ്റി പ്രൂവ് ചെയ്യുന്ന ഡോക്യുമെന്റ്സ് എന്തെങ്കിലും കൊടുക്കേണ്ടി വരും. ഞാൻ യൂഷ്വലി സെക്കൻഡ് ഓപ്ഷൻ എടുക്കാറ്. സംഭവം ഈ കസ്റ്റംസിന്റെ ചെക്കിംഗ് വരുന്ന സമയത്ത് ആവശ്യം വരുന്നതാണ്. നമ്മൾ യൂഷ്വലി കൂടിപ്പോയ ഒരു 5,000 ഉള്ളിലുള്ള സംഭവങ്ങളല്ലേ വാങ്ങുള്ളൂ. അപ്പോൾ അതൊക്കെ കസ്റ്റംസിന് ഈസിലി ക്ലിയർ ആവും. ഈ 25,000 50,000 അങ്ങനെ ബൾക്കായിട്ടൊക്കെ വാങ്ങുമ്പോഴാണ് കസ്റ്റംസ് ക്ലിയർ ചെയ്ത് വരാൻ പാടാവുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഫസ്റ്റ് ഓപ്ഷനോ സെക്കൻഡ് ഓപ്ഷനോ സെലക്ട് ചെയ്താലും കുഴപ്പമില്ല, നിങ്ങളുടെ ഇഷ്ടം. അതുകൊണ്ട് ആരും ടെൻഷൻ അടിക്കണ്ട. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻസ് ഉണ്ടെങ്കിൽ അത് കൊടുക്കുക. എന്നിട്ട് ഈ കൂപ്പൺ കോഡിന്റെ അവിടെ ജേർണൽ ഹാർട്ട് എന്താ ഇതുപോലെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ 8% ഓഫ് കിട്ടും. ഇതിൽ തന്നെ $63 കാണിച്ചത് $58 ആയില്ലേ. അപ്പൊ നിങ്ങൾ എത്ര രൂപയ്ക്ക് വാങ്ങിച്ചാലും 8% ഓഫ് കിട്ടും. ആൻഡ് ഈ കോഡ് ഓരോ പർച്ചേസിലും യൂസ് ചെയ്യാം. എന്നിട്ട് ഇവിടെ കാർഡ് ഡീറ്റെയിൽസ് കൂടെ കൊടുത്തു കഴിഞ്ഞാൽ പേയ്മെന്റ് ചെയ്യാൻ പറ്റും. പിന്നെ കാർഡിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത് ഈ ഇന്റർനാഷണൽ പേയ്മെന്റ് ഓപ്പൺ ആയിട്ടുള്ള കാർഡ്സ് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതൊന്നെങ്കിൽ ബാങ്കിൽ പോയിട്ട് കാർഡിന് ഇന്റർനാഷണൽ പേയ്മെന്റ് ഓപ്പൺ ആക്കുക, അല്ലെങ്കിൽ ഓൾറെഡി ഇന്റർനാഷണൽ പേയ്മെന്റ് ഉള്ള ആരുടെങ്കിലും കാർഡ് യൂസ് ചെയ്യുക. അപ്പോൾ അതെല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് കംപ്ലീറ്റ് ഓർഡർ കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഓർഡർ പ്ലേസ്ഡ് ആയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്കും സബ്സ്ക്രൈബും മറക്കണ്ട. അപ്പോൾ ഗൈസ് അടുത്ത വീഡിയോയിൽ കാണാം.